ഞാൻ ജനിച്ച് വളർന്നത് താമരശ്ശേരി പൂനൂരാണ്. എൻ്റെ മാതാപിതാക്കൾ ഇപ്പോൾ താമസിക്കുന്നത് താമരശ്ശേരി പൂനൂരാണ്. അവിടെ ഞാൻ പുതുതായിട്ട് അവർക്കൊരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ താമസിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കൊയിലാണ്ടി കൊയിലാണ്ടി എന്ന് തന്നെ പറയാം. കൊയിലാണ്ടി കുറുവങ്ങാട് സലീമിൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം എൻ്റെ പുതിയ വീട്ടിലേക്ക് എൻ്റെ മാതാപിതാക്കൾ താമസം മാറിയതിന് ശേഷം എന്താ പറയുക, വീട്ടിൽ ഒരു കരിയില അനങ്ങിയാൽ പോലും പുറത്ത് എൻ്റെ എനിമികൾ അറിയാം. അതെങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. എൻ്റെ വീട്ടിൽ എന്തൊരു കാര്യം നടക്കുകയാണെങ്കിൽ, അല്ലേ എൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്നു പോവുകയാണെങ്കിലും ഒക്കെ എല്ലാ ഡീറ്റെയിലും എൻ്റെ എനിമികൾക്കറിയാൻ പറ്റുക. അപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് പറയുക വെച്ചാൽ, നമ്മുടെ വീട്ടിലെ തിണയുണ്ടല്ലോ, തിണയെന്ന് വെച്ചാൽ സ്ലാബ് ഉണ്ടല്ലോ, ആ സ്ലാബും വന്നിപ്പോൾ ഒരു പൂച്ച ഒരു പാത്രം തട്ടി താഴെ തള്ളിയിട്ടാൽ പോലും ജിസ്നിയുടെ പുതിയ വീട്ടിൽ നിന്ന് ഒരു പാത്രം വീകുന്ന സൗണ്ട് കേട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. അത് കേൾക്കുകയും എൻ്റെ കുറച്ച് എനിമികൾ അത് വീഡിയോസുമായിട്ട് രംഗത്തേക്ക് വരിക. ജിസ്നിയുടെ പുതിയ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അവിടെ പാത്രം വീണ സൗണ്ട് കേട്ടു, അങ്ങനെ കേട്ടു, ഇങ്ങനെ കേട്ടു എന്നൊക്കെ പറയാം. അതേപോലെ എന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ വന്ന് പോകുന്നതിൻ്റെ ഫോട്ടോസൊക്കെ ഈ ലസിത പാലക്കൽ ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ സ്റ്റാറ്റസ് വെച്ച് എന്നെ കാണിക്കുക, ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ. ഇതാരാ എങ്ങനെയാണെന്നുള്ളതൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഈ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുടെ ഒരു ഓവർ കോൺഫിഡൻ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, എൻ്റെ ശത്രുവിനോടാണ് പറയുന്നത്. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ളതും അവിടെ കിടക്കട്ടെ. അപ്പം അവർ വിചാരിച്ചത് എന്താ വെച്ചാൽ, എൻ്റെ ശത്രുവിനോടാണ് പറയുന്നത്. ഒരിക്കലും ശത്രുക്കൾ മിത്രങ്ങളാവില്ല എന്നുള്ള രീതിയിലാണ് ഇവർ വിളിച്ചു പറഞ്ഞു കൊടുത്തത്. പക്ഷേ ഇവരുടെയൊക്കെ നിഗമനം തെറ്റിച്ചുകൊണ്ട് എൻ്റെ ഒരു ശത്രു എൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ്. അപ്പോൾ ആ മിത്രം ആവണം പോലും, നമുക്ക് നല്ല സുഹൃത്തുക്കളാവാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ശത്രു രംഗത്തേക്ക് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, സൗഹൃദമൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നമുക്ക് ആലോചിക്കാം. ആദ്യം എനിക്ക് 1-2 കാര്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണം, അത് നീ താന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ചോദിച്ചു, എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെയൊക്കെ വിളിച്ചു പറയുന്നത് ആരാ? അത് നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾ പഴയ വീട്ടിൽ താമസിക്കുന്നതിൻ്റെ ഇടത് ഭാഗത്ത് നിങ്ങളുടെ ഒരു കുടുംബക്കാരില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ കുടുംബക്കാരുണ്ട് എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് വിളി വരുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അവിടെ നിന്ന് ആര്? അപ്പം വിളിച്ച നമ്പറും എനിക്ക് പറഞ്ഞു തന്നു. ഇനി ഇവരുടേതാണോ, ഇനി കാറ് ഫോട്ടോ എടുത്ത് അയച്ചവരുടെ നമ്പറാണോ എന്നറിയില്ല. മൊത്തമായിട്ട് ഞാൻ പറയുന്നില്ല. 923 ലാസ്റ്റ് നമ്പർ പറഞ്ഞത്. അപ്പം നിങ്ങൾ അവരോട് മിണ്ടാറില്ല, അവരെ ഹൗസ് വാമിങ്ങിനൊന്നും വിളിച്ചിട്ടില്ല. അവിടെയാണെങ്കിൽ നഴ്സറിയിലത്തെ പോലെ ഒരു ലോഡ് പിള്ളേരുള്ളൊരു വീടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആളെനിക്ക് മനസ്സിലായി, കാരണം നല്ല അസലായിട്ട് മനസ്സിലാക്കി. എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ അറിയപ്പെടുന്നത് അണ്ടാവിൻ്റെ അകത്ത് സ്വർണം കടത്തുന്ന ഒരാൾ എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് അറിയപ്പെടുന്നത്. അത് പോട്ടെ. അപ്പോൾ ആ ആളെ നമുക്ക് വിത്ത് പ്രൂഫ് വോയിസ് റെക്കോർഡ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ഞാൻ വീട്ടിൽ വന്ന് പോകുന്നതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നത് ആരാണ്? അത് നിൻ്റെ പഠനം നിർത്താൻ കാരണക്കാരനായൊരു കബീർ ഉണ്ടല്ലോ, കോരങ്ങാടുള്ളേ, അവനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വിളിച്ചു പറഞ്ഞു കൊടുക്കുന്ന ഞങ്ങളോട് മിണ്ടാത്ത അവർക്കായിട്ടും കബീറിനായിട്ടും ജസ്റ്റ് വാണിങ് എന്ന് കൂട്ടിയാൽ മതി. പറഞ്ഞു കൊടുത്തോ? പക്ഷേ പക്ഷേ ഒന്നുമില്ല. പക്ഷേയിലെല്ലാം ഉണ്ട്, പക്ഷേയിലൊന്നുമില്ല. അപ്പം അങ്ങനെയാണ്. ഇനി ഇതിൻ്റെ തെളിവൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്.
അപ്പം ഈ ആളെ മനസ്സിലാവില്ല എന്ന് കരുതിയിട്ട് എന്തും അങ്ങോട്ട് ഈ അണ്ടാവിൻ്റെ അകത്ത് കൊണ്ടുവരുമ്പോല എന്തും അങ്ങോട്ട് വിളിച്ചു പറയാം എന്ന് നീ വിചാരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ തെറ്റായ ധാരണ. ഒരു ശത്രു മിത്രമാവാൻ ഇത്ര സമയം മതി. കുറിച്ച് വെച്ചോ, തരും ഞാൻ. അണ്ടാവിൻ്റെ അകത്ത് സ്വർണം കടത്തി അണ്ടാവെല്ലാം കൂടി പൊളിയാറായിട്ടുണ്ടെങ്കിൽ പോലും വേറെ ഉണ്ടല്ലോ 5 എണ്ണങ്ങൾ. അപ്പോൾ കാത്തിരുന്നു. എനിക്ക് തന്നത് പോണം പണി നിനക്കും ഞാൻ നീയും പ്രതീക്ഷിച്ചോ. പിന്നെ കബീറിനോടായിട്ട് നീ ചെയ്തതിന് ഒരിക്കൽ നിന്റെ കരണത്ത് നോക്കിയിട്ട് ഞാനൊന്ന് തന്നതാ. അത് പോരാ എന്നാണ് നീ പറയുന്നതെങ്കിൽ അതിന് നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. നീ ടെൻഷനാവല്ലേ. കബീറെ, നീ വിചാരിച്ചു ഇതൊന്നും പുറം ലോകം അറിയില്ല എന്നുള്ളത്. അപ്പോൾ പുറം ലോകം അറിയുകയും ചെയ്യും, വിത്ത് പ്രൂഫ് എൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം 2 കൂട്ടർ കൂടിയായിട്ട് ആളെ കിട്ടിയിട്ടോ. ഇനിയും വിളിച്ച് പറഞ്ഞു കൊടുക്കണേ. കാത്തിരിക്കും അടുത്ത ഇനിമികളുടെ വീഡിയോക്കായിട്ട്. ഓക്കെ, അപ്പം ബൈ പറയാ താഴത്തെ വീട്ടിലെ എല്ലാരോടും, കൂട്ടത്തിൽ കബീറിനോടും. ടാറ്റാ.